ചൂട് കാരണം പഴങ്ങളൊക്കെ ഇതുപോലെ കറുത്ത നിറത്തിൽ തൊലി കറുക്കെ പഴുത്തു പോകും. ഇതുപോലെ തൊലി കറുക്കെ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. അപ്പോൾ ഞാനിന്ന് പഴുത്ത ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഷെയർ ചെയ്യുന്നത്. ഇത് 1.5 കപ്പ് പച്ചരിയാണ്. ഇത് രാത്രി കുതിർത്തിയിട്ട് വെള്ളം കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനത് 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അത് കുഴിയുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ദോശമാവിൻ്റെ അയവിലാണ് ഇരിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ജാറ് ചുറ്റിച്ചൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ഞാനിതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ പഴത്തിൻ്റെ മധുരം തന്നെ ഇതിന് ധാരാളമാണ്. അതുകൊണ്ട് ഞാൻ മധുരം ഒന്നും ചേർക്കുന്നില്ല. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാം. ഇനി വേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ ബൗളാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് തടവിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും തടവി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിന് പുറത്തേക്ക് നമുക്ക് ഈ എണ്ണ തടവിയ ബൗൾ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊങ്ങാത്ത രീതിയിലുള്ളതാണ് കേട്ടോ. നമ്മൾ പൊങ്ങാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇതിലേക്ക്. അതുകൊണ്ട് ഏകദേശം 3/4 തന്നെ നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഈ പാത്രത്തിൻ്റെ 3/4 തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ബാറ്ററെല്ലാം ഈ ബൗളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 20 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സ്റ്റീമറിൽ നിന്ന് പാത്രങ്ങളെല്ലാം ഉടനെ തന്നെ പുറത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യാം. ഇത് ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിലും നല്ലതാണ്. അത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർത്തിട്ട് ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഇത് നമുക്ക് രാവിലെ ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയും. ബാക്കി വരുന്നത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റുമാണ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ പഴം കൊണ്ട് നമുക്ക് പല രീതിയിലും പലഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.